إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فيا أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഴുവൻ കൽപ്പനാ നിയമങ്ങളും നിയമ വ്യവസ്ഥകളും ഭൗതിക ജീവിതത്തിലെ മുഴുവൻ സമയങ്ങളിലും അറിഞ്ഞ് മനസ്സിലാക്കി അള്ളാഹുവിനെ മാത്രം കീഴ്പ്പെട്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ ഉണർത്തുന്നത് പോലെ മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ നമ്മൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാമൊക്കെ ജീവിക്കുന്ന കാലം അത്രയും പടച്ചവന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാൻ ഏറ്റവും ഉയർന്ന ഈമാനിൽ അള്ളാഹുവിലേക്ക് മടങ്ങുവാനുമുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോകാറുള്ള കുറ്റവും കുറവും വീഴ്ചകളും പോരായ്മകളും അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യ ജീവിതത്തിൽ മനുഷ്യനെ പടച്ച അള്ളാഹു മനുഷ്യ സൃഷ്ടിപ്പിന്റെ പ്രകൃതിയാൽ മനുഷ്യന് നിരന്തരം ആവശ്യമുള്ള ഒരു വികാരമാണ് സന്തോഷവും സ്നേഹവും. ഞാൻ എപ്പോഴും സന്തോഷവാനായിരിക്കണം എന്ന് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നതാണ്. എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ അനുഭവങ്ങളും അത് എന്നെ സന്തോഷിപ്പിക്കുക തന്നെ ചെയ്യണമെന്നും ഒരിക്കലും എൻ്റെ മനസ്സിനെ പ്രയാസപ്പെടുത്തുന്ന, എൻ്റെ മനസ്സിനെ ആവലാതിപ്പെടുത്തുന്ന, ദുഃഖിപ്പിക്കുന്ന സംഭവങ്ങളോ അനുഭവങ്ങളോ എനിക്കുണ്ടാവാൻ പാടില്ല എന്നുള്ളത് മനുഷ്യ സഹജമായി എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ആഗ്രഹം അങ്ങനെയാണെങ്കിൽ പോലും മനുഷ്യനെ പടച്ചവൻ മനുഷ്യ ജീവിതത്തെ തന്നെ ക്രമീകരിച്ചിരിക്കുന്നത് ഈ പറയുന്ന രണ്ട് അനുഭവങ്ങളിലൂടെയും കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ രണ്ട് അനുഭവങ്ങളിലും അതിനെ തരണം ചെയ്യാനുള്ള മാനസിക ശേഷി അള്ളാഹു എല്ലാവർക്കും കൊടുത്തിട്ടുമുണ്ട്. അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും വ്യക്തിപരമായ കുടുംബപരമായ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അതിൻ്റെ എഫക്റ്റുകളുടെ വ്യത്യാസങ്ങൾ ഉണ്ടാവുക. ചുരുക്കി പറഞ്ഞാൽ എപ്പോഴും ഞാൻ സന്തോഷവാനായിരിക്കണം എന്നുള്ള മനുഷ്യ ചിന്ത ഇസ്ലാം എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത്, ഇസ്ലാമിന് സന്തോഷവും ആഘോഷവും കുറിച്ചിട്ടൊക്കെ ഉള്ള കാഴ്ചപ്പാടുകൾ എന്താണ് എന്ന് പുതിയ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ആവശ്യകത വളരെ കൂടുതലാണ്.
എന്താണ് സന്തോഷം എന്നുള്ളതും എന്താണ് ആഘോഷം എന്നുള്ളതും ഒക്കെ കൃത്യമായ രീതിയിൽ നമ്മൾ അറിയേണ്ടതിന്റെ ആവശ്യകത സമൂഹത്തിൽ കൂടി വരികയാണ്. സന്തോഷം എന്ന് പറഞ്ഞാൽ അതൊരു ഇമോഷനാണ്, സംതിങ് യു ഫീൽ. അതേസമയം സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ആക്റ്റാണ്, സംതിങ് യു ഡു. അപ്പൊ ഞാൻ അനുഭവിക്കുന്ന, ഞാൻ മനസ്സുകൊണ്ട് ഫീൽ ചെയ്യുന്ന ഒരു ഇമോഷനെ നമ്മൾ സന്തോഷം എന്നും, ആ സന്തോഷത്തെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആക്ടിനെ സെലിബ്രേഷൻ എന്നും ഒക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ എവിടെയാണ് മനുഷ്യൻ സന്തോഷിക്കേണ്ടത്, എവിടെയാണ് ആ സന്തോഷത്തെ അടിസ്ഥാനപ്പെടുത്തി മനുഷ്യൻ അത് ആഘോഷിക്കേണ്ടത് എന്നുള്ള വിഷയത്തിൽ ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ ഒരു ഫ്രെയിം എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിന്റെ ഒരു രൂപം, ഒരു മനുഷ്യ ജീവിതത്തെ രൂപീകരിക്കാണല്ലോ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ജീവിത സംഹിത ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റ് മതങ്ങളെ അപേക്ഷിച്ചിടത്തോളം, മറ്റ് ആശയങ്ങളെ അപേക്ഷിച്ചിടത്തോളം ഇസ്ലാമിന്റെ സൗന്ദര്യം വരുന്നത് പച്ചയായ മനുഷ്യനെ തൊട്ടറിയുന്നു, ആ മനുഷ്യനെ കൈപിടിച്ച് നടത്തുന്നു, ആ മനുഷ്യന് ആവശ്യമായ ജീവിതത്തിലെ ഉപദേശ നിർദ്ദേശങ്ങൾ സമയാസമയം നൽകുന്നു, ആ ജീവിതത്തിന് ഒരു ബൗണ്ടറി ഉണ്ടാക്കുന്നു, അതിർവരമ്പുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം. എപ്പോഴാണ് അതിർവരമ്പ് സൗന്ദര്യമാകുന്നത്? പുതിയ കാലഘട്ടത്തിലെ ലിബറൽ കാഴ്ചപ്പാടുകളിൽ മുങ്ങി ജീവിക്കുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിരുകൾ എന്ന് പറയുന്നത് മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്ന ഒരു സംഗതിയായിട്ടാണ് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു ബൗണ്ടറിയെ ഒരു ജയില് പോലെ വർണ്ണിക്കുകയും അതൊരു ഭീകരമായ ഒരു സംഗതിയാക്കിയിട്ട് പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ബൗണ്ടറി എന്താണെന്നുള്ളതും ഇസ്ലാമിന്റെ അതിർവരമ്പുകൾ എങ്ങനെയാണ് സമൂഹത്തിന്റെ ഒരു ഭംഗിയാക്കി മാറ്റുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ അതിന് പറയാറുള്ള ഒരു ഉദാഹരണം ഒരു ഫുട്ബോൾ മാച്ചാണ്. ആ ഫുട്ബോൾ മാച്ചിൽ എപ്പോഴാണ് ഒരു കളിയെ പ്രണയിക്കുന്ന, കായികപരമായി അത്തരം വിനോദങ്ങളെ ആസ്വദിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ മാച്ച് അയാൾക്ക് ആസ്വാദകരമാകുന്നത് ആ മാച്ചിന്റെ എല്ലാ നിബന്ധനകളും റൂളുകളും പാലിക്കുമ്പോഴാണ്. അതിൽ ടീം അംഗങ്ങൾ ഉണ്ടാകണം, രണ്ട് ടീമിലും കൃത്യമായ അംഗങ്ങളായിരിക്കണം, ആ കളിക്കുന്ന ഗ്രൗണ്ടിൽ, ആ പറയുന്ന സ്ഥലത്ത് കൃത്യമായ ബൗണ്ടറികൾ ഉണ്ടായിരിക്കണം, എന്തൊക്കെയാണോ അതിന്റെ നിയമനിർദ്ദേശങ്ങൾ അത് കൃത്യമായി പാലിക്കപ്പെടണം. അങ്ങനെ നടക്കുന്ന ഒരു കളിയും അല്ലാതെ ഒരർത്ഥത്തിലുള്ള ആ കളിയോടുള്ള നീതി പുലർത്താതെ നടക്കുന്ന ഒരു കളിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇങ്ങനെ ജീവിതത്തിലെല്ലാം റോട്ടിൽ എപ്പോഴാണ് നമുക്ക് സുഖകരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുക? കൃത്യമായ രീതിയിലുള്ള റോഡിന്റെ നിയമങ്ങൾ അനുസരിക്കുമ്പോഴാണ്. ആ റോഡിന്റെ ഇൻസ്ട്രക്ഷൻ ഒരാളെ മാത്രം അനുസരിച്ചത് കൊണ്ട് മാത്രം എല്ലാവർക്കും സുഖമായി സഞ്ചരിക്കാൻ പറ്റണം എന്ന് നിർബന്ധമില്ല എന്നൊക്കെ പറയുന്നത് പോലെ ഭൗതികപരമായ നമ്മളുടെ ജീവിതത്തിലെ നിരന്തരം അനുഭവങ്ങൾ പോലും പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. നിയമങ്ങളും അതിർവരമ്പുകളും മനുഷ്യനെ സന്തോഷിപ്പിക്കാനും മനുഷ്യന്റെ ജീവിതം സുഖകരമായി മുന്നോട്ട് പോകാനും സഹായിക്കും എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. മനുഷ്യനെ സൃഷ്ടിച്ചത് പടച്ചവനാണ്. മനുഷ്യന്റെ മനസ്സിനകത്തുള്ള ഹോർമോണുകള്, ശരീരത്തിനകത്തുള്ള ഹോർമോണുകള്, മനുഷ്യന്റെ വികാരങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്, മനുഷ്യന്റെ വിചാരങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്, മനുഷ്യന്റെ ബ്ലഡ് സർക്കുലേഷനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്നത്, ഇങ്ങനെ തുടങ്ങിയ എല്ലാം പടച്ചവൻ ചെയ്യുമ്പം ആ മനുഷ്യൻ ഭൂമിയിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് പറയാനുള്ള അധികാരം പടച്ചവന് മാത്രമാണ്. അതുകൊണ്ടാണ് ലിബറൽ സ്പേസിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മൈ ബോഡി മൈ ചോയ്സ് മൈ റൈറ്റ് എന്ന് പറയുന്ന ഒരാള് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിന്, ഒരു വിശ്വാസിക്ക് അങ്ങനെ പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? വിശ്വാസിയുടെ വിശ്വാസപ്രകാരം മൈ ബോഡി മൈ ചോയ്സും അല്ല, മൈ ബോഡി മൈ റൈറ്റും അല്ല. കാരണം വിശ്വാസി വിശ്വസിക്കുന്നത്, ഒരു മുഅ്മിൻ വിശ്വസിക്കുന്നത് എന്റെ ശരീരം പടച്ചവന്റേതാണ്, എന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ പടച്ചവന്റേതാണ്. ഇത് പടച്ചവൻ എപ്പോ തീരുമാനിക്കുന്നോ അപ്പൊ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു യന്ത്രമാണ്. പടച്ചവൻ എപ്പം ഇത് സ്റ്റോപ്പാക്കാൻ പറയുന്നു ആ സമയത്ത് എന്റെ നാവുകൾ ചലിക്കാതെ പോകുന്നു, എന്റെ കണ്ണുകള് കാഴ്ച നഷ്ടപ്പെട്ടു പെടാനുള്ള സാധ്യതകളുണ്ട്, എന്റെ ശരീരത്തിനകത്ത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാർട്ട് ബീറ്റ് ഒരു നിമിഷം നഷ്ടപ്പെട്ടാൽ തീരാവുന്നതേ ഉള്ളൂ എന്റെ ജീവിതം എന്ന് വിശ്വസിക്കുകയും ആ പടച്ചവനെ നിരന്തരം നന്ദി അറിയിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം എന്നുള്ള നിലക്ക് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്റെ എ ടു സെഡ്, എന്റെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളിലും പടച്ചവന്റെ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളത് എന്റെ ജീവിതത്തെ സൗന്ദര്യം വർദ്ധിപ്പിക്കുക മാത്രമാണ്, എന്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനം ഉണ്ടാകുക മാത്രമാണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഖുർആൻ ആ വിഷയത്തിൽ പറഞ്ഞത് തിൽക ഹുദൂദുള്ള എന്നുള്ളതാണ്. ഹുദൂദുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അതിർവരമ്പുകൾ. അത് അതിമനോഹരമാണ്. ആ അതിർവരമ്പുകളെ മനസ്സിലാക്കിയിട്ട് വേണം എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ.
അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് പ്രയാസപ്പെടുത്തുന്ന ഒരു നിയമമോ, മനുഷ്യന് പ്രയാസപ്പെടുത്തുന്ന ഒരു ഇബാദത്തോ, മനുഷ്യനെ മാനസികപരമായിട്ട് മടുപ്പുണ്ടാക്കുന്ന ഏതെങ്കിലും കർമ്മങ്ങളോ അത് ഒരു മനുഷ്യനെ നിർബന്ധിപ്പിച്ച് ചെയ്യുക എന്നുള്ള ഒരു നിയമവും ഇസ്ലാമിന്റെ ശരീരത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് തുടങ്ങുന്ന ആയത്തുകളിലൊക്കെ വിശദീകരണം മനസ്സിലാവുന്നു. എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിക്ക് പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നാണ്. ഒരാൾക്ക് നിന്നുകൊണ്ട് നിസ്കരിക്കാൻ പ്രയാസമാണെങ്കിൽ ആ കാലുവേദന സഹിച്ചുകൊണ്ടുള്ള ഒരു നിസ്കാരത്തെ ഇസ്ലാം പറയുന്നില്ല. ആ കാലുവേദന ഇല്ലാതെ ഇരുന്ന് സമാധാനത്തിൽ അവിടെ നിസ്കരിക്കട്ടെ. ഒരാൾക്ക് ഇരിക്കാൻ ഭയങ്കര പ്രയാസമാണ്, സ്പൈനലിൽ ട്രീറ്റ്മെന്റ് നടക്കുന്ന ഒരാളാണ്. ആ അത്രയും ട്രീറ്റ്മെന്റ് നടക്കുന്ന ഒരാൾ പ്രയാസപ്പെട്ടുകൊണ്ട് ഇരുന്ന് നിസ്കരിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള അതിക്രൂരമായ രീതിയിലുള്ള നിയമങ്ങൾ ഇസ്ലാമിൽ ഇല്ല. അയാൾക്ക് എങ്ങനെയാണോ സൗകര്യപ്രദമാകുക അങ്ങനെ നമസ്കരിക്കട്ടെ എന്നുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് തന്നെ മനസ്സിലാക്കി തരുന്നത് മനുഷ്യന് പ്രയാസപ്പെടാൻ പാടില്ല. ഒരേ സമയം പ്രയാസപ്പെടാൻ പാടില്ല എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യൻ എപ്പോഴും സന്തുഷ്ടവാനായിരിക്കണം എന്നതിന്റെ മറുവശാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കൂടുതൽ പറയുന്ന ഒരു സമയമാണല്ലോ ഇത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രത്തെ കുറിച്ചിട്ടും ജീവിതത്തിലെ അദ്ദേഹം സൂക്ഷിച്ചു വന്നിരുന്ന മൊറാലിറ്റിയെ കുറിച്ചും സ്പിരിച്വാലിറ്റിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും എന്റെ ജീവിതവുമായി എന്റെ കുടുംബ ജീവിതവുമായി അതിനെ ബന്ധപ്പെടുത്തുകയൊക്കെ ചെയ്യേണ്ട ഒരു ചർച്ച നടക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, പൊതുവെ ശ്രദ്ധിക്കപ്പെടാതെ പോയ, പൊതുവെ ചർച്ച ചെയ്യപ്പെടാതെ പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിമനോഹരമായ ഒരുപാട് സംഭവങ്ങളുണ്ട്. റസൂലുള്ള വലിയ തമാശക്കാരനായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തമാശകൾ മാത്രമുള്ള പുസ്തകങ്ങളൊക്കെ അറബി ഭാഷയിൽ നമുക്ക് ലഭ്യമാണ്. റസൂലുള്ള പറഞ്ഞ തമാശകൾ. ഒരു സഹാബി റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാന് പണ്ട് മുതലേ എനിക്കൊരു ശീലമുണ്ട്, റസൂൽ എന്ത് പറഞ്ഞാലും ഞാൻ അത് എഴുതിയെടുക്കും. ഇപ്പൊ തൊട്ട് മുമ്പ് റസൂൽ ഒരു തമാശ പറഞ്ഞു, അതും ഞാൻ എഴുതിയെടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ നാവിൽ നിന്ന് സത്യമല്ലാതെ വേറൊന്നും വരില്ല, അതുകൊണ്ട് അതും നിങ്ങൾക്ക് എഴുതിയെടുക്കാന്ന. റസൂലുള്ളാഹിന്റെ തമാശയിലൂടെ രൂപപ്പെട്ടു വന്ന ഇസ്ലാമിക ശരീഅത്തിലെ ഹുക്കുമുകളുണ്ട്. തമാശയിൽ നിന്നാണ് അത് എടുക്കുന്നത്. ഉദാഹരണം പറഞ്ഞാല്, ഒരു വൃദ്ധയായ സ്ത്രീ, ആ വൃദ്ധയായ സ്ത്രീ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, റസൂലെ, എനിക്ക് സ്വർഗത്തിൽ പോകാൻ ഭയങ്കര ആഗ്രഹമാണ്, എന്റെ സ്വർഗപ്രവേശനമായിട്ട് താങ്കൾക്ക് എന്തെങ്കിലും വഹി ഇറങ്ങിയോ? പ്രായമുള്ളൊരു സ്ത്രീ ആകുമ്പോൾ ആ ചോദ്യങ്ങൾക്കൊക്കെ ആ ഒരു പ്രായം അല്ലെങ്കിൽ ആ ഒരു നിഷ്കളങ്കത ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രായമുള്ള ആളുകൾക്ക് ആർക്കും സ്വർഗം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പേടിപ്പിച്ചു. ആ സ്ത്രീ വല്ലാതെ പേടിച്ചു. തിരിച്ചു പോകുമ്പോൾ റസൂൽ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, സ്വർഗത്തിൽ എല്ലാവരും യുവാക്കളാണ്, അതുകൊണ്ട് നിങ്ങൾ പ്രായമായിട്ട് മരണപ്പെട്ടാലും അവിടെ എത്തിയാലും നിങ്ങൾ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരിയായിരിക്കും എന്നാണ് റസൂൽ അവിടെ ഉദ്ദേശിച്ചത്. ആ പറയുന്ന തമാശയിലൂടെയാണ് സ്വർഗത്തിലെ സൂറ വാഖയുമായി ബന്ധപ്പെട്ട ആയത്തുകളുടെ വിശദീകരണം ഈ പറയുന്ന തമാശയുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ട് അതിനൊരു ഹുക്ം എടുക്കുകയാണ്. സ്വർഗത്തിൽ ആളുകളുടെ പ്രായത്തെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ പണ്ഡിതന്മാർ അതിലൂടെ നടത്തുക എന്ന് പറഞ്ഞാൽ അത്രയധികം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളുകളോടുള്ള സമീപനം. ആഘോഷങ്ങളെ കുറിച്ചിട്ട് പറയുമ്പോൾ തന്നെ വിശ്വാസി എപ്പോഴും സന്തുഷ്ടവാനായിരിക്കണം എന്ന് പറയുമ്പോൾ പുതിയ കാല ലോകക്രമം അനുസരിച്ചുകൊണ്ട് എല്ലാ സന്തോഷങ്ങളും ആഘോഷിക്കാനാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. എന്ത് സന്തോഷം ഉണ്ടെങ്കിലും അത് ആഘോഷിക്കണം എന്ന് പറയുന്ന ലോകക്രമത്തോട് ഇസ്ലാമിക കാഴ്ചപ്പാട് ശക്തമായിട്ട് അതിനെ വിമർശിക്കുകയാണ്. അങ്ങനെ എല്ലാ സന്തോഷങ്ങളും ആഘോഷിക്കപ്പെടേണ്ടതല്ല. ചില സന്തോഷങ്ങൾ നമ്മൾ തന്നെ ഉള്ളിൽ സന്തോഷിക്കേണ്ട ചില സന്തോഷ നിമിഷങ്ങളുണ്ട്. ചിലതൊക്കെ എക്സ്പ്രസ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ പോലും എക്സ്പ്രസ് ചെയ്യുന്ന സ്ഥലത്ത് അതിന്റെ ലിമിറ്റേഷനെ കുറിച്ചിട്ട് ഇസ്ലാം സംസാരിക്കും, അള്ളാഹു സംസാരിക്കും. കാരണം അള്ളാഹുവിനാണ് അതിന്റെ അധികാരം. നിങ്ങൾ എത്ര സന്തോഷിക്കണം, ആ സന്തോഷത്തെ എത്ര പ്രകടിപ്പിക്കണം എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവര്, ഇസ്ലാമിൽ അതുകൊണ്ടാണ് രണ്ട് ആഘോഷങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞത്. അത് ഈദുൽ അദ്ഹയും ഈദുൽ ഫിത്റാണ്. അതെങ്ങനെ ആഘോഷിക്കണം എന്നും കൂടി ഇസ്ലാം പറയുന്നുണ്ട്. ഇസ്ലാമിന്റെ ആഘോഷത്തിനെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട് എത്ര ഭംഗിയാ. ആ ആഘോഷങ്ങളെ കുറിച്ചിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, തലേ ദിവസം നമ്മളെല്ലാവരും നോമ്പുകാരാ, 2 പെരുന്നാളിനും. തലേ ദിവസം നോമ്പുകാരായിട്ട് നമ്മൾ സ്പിരിച്വാലിറ്റി വർദ്ധിപ്പിക്കാൻ, നമ്മളെ ആത്മീയത അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ഒരു ഈമാനിനെ പുതുക്കാൻ, ഈമാൻ പുതുക്കിയിട്ടാണ് സന്തോഷം പ്രകടിപ്പിക്കാൻ പറയുന്നത്. 2ാമത്തെ ദിവസം നമ്മളോട് നോമ്പെടുക്കാൻ പാടേയില്ല എന്ന് അള്ളാഹു കൽപ്പിക്കുകയാണ്. പെരുന്നാളിന് നിങ്ങൾക്ക് നോമ്പില്ല, അന്ന് ആഘോഷിക്കാനുള്ളതാ, അന്ന് പട്ടിണി അടക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നാളെ എനിക്ക് ആഘോഷ ദിവസമാണ്, സെലിബ്രേഷൻ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഹാപ്പിനെസ്സും സെലിബ്രേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ സെലിബ്രേഷനിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഒന്നാമത്തെ പ്രിപ്പറേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഒന്ന് സ്പിരിച്വലി കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക എന്ന വലിയൊരു തോട്ട് അവിടെ പഠിപ്പിക്കാൻ. 2ാമത്തെ കാര്യം, അന്നത്തെ ദിവസം പരമാവധി സന്തോഷത്തിൽ നിൽക്കുക.
പ്രയാസപ്പെടാൻ പാടില്ല, പട്ടിണി എടുക്കാൻ പാടില്ല. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുമുള്ള ആരും പട്ടിണി എടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഫിത്ർ സക്കാത്തും ഈദുൽ അദ്ഹയിൽ നമ്മൾ ഉദ്ഹയ്യത്തും കൊടുക്കുന്നത്. ചുറ്റുമുള്ള എല്ലാവരെയും സന്തോഷിപ്പിക്കുക, ചേർത്ത് പിടിക്കുക. ഇങ്ങനെ തുടങ്ങി ഇസ്ലാമിന്റെ ആഘോഷങ്ങളൊക്കെ അതിമനോഹരാണ്. പിന്നെ എപ്പോഴാണ് ഒരു ഈദുൽ അദ്ഹയുടെ ദിവസം ആയിഷ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ വിശ്രമിക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ട്. ആയിഷ റളിയല്ലാഹു റസൂലിനോട് ചോദിക്കുന്നുണ്ട്, പെരുന്നാളായിട്ട് ഒരു വൈബില്ലാത്ത, നമ്മളെ ഭാഷയിൽ പറഞ്ഞ ഒരു വൈബില്ലാത്ത, അങ്ങനെ പാട്ട് പാടാൻ പറഞ്ഞിട്ട് പാട്ട് പാടിപ്പിക്കുന്നുണ്ട്. ഒരു കല്യാണ സദസ്സിലേക്ക് റസൂലുള്ള കയറുകയാണ്. ആളുകളൊക്കെ റസൂലുള്ളാഹിനെ കണ്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ള വരുന്നതിന് കുറച്ചു മുമ്പേ കല്യാണ വീട്ടിലേക്ക് പോയി റസൂലുള്ള വരുന്നുണ്ട് എന്നുള്ള കാര്യം അവിടെ അറിയിച്ചു. വീട്ടുകാരും നാട്ടുകാരും പെണ്ണിന്റെ വീട്ടുകാരും ആണിന്റെ വീട്ടുകാരൊക്കെ വളരെ സൈലന്റ് ആയിട്ടിരുന്നു. റസൂലുള്ള അങ്ങനെ ഒരു എൻട്രി ഇങ്ങനെ വരുന്ന സമയത്ത് റസൂലുള്ള ദേഷ്യത്തോട് ചോദിക്കുന്നത്, ഇത് മരണ വീടാണോ കല്യാണ വീടാണോ? ഞാൻ വരുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് നിശബ്ദരായിരിക്കുന്നത്? കല്യാണ വീടിന്റെ ഒരു അന്തരീക്ഷം നിങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പാട്ട് പാടുകയാണ്. മദീനത്തേക്ക് സഹാബ അൻസാരികൾ വരുന്ന സമയത്ത് പാട്ട് പാടിയിട്ട് സ്വീകരിക്കാൻ. ഉഹുദും ഹന്തക്കും ഇതിനു ശേഷം വിജയികളായ സഹാബാക്കളെ പാട്ടുപാടി സ്വീകരിച്ച രംഗങ്ങൾ കാണാം. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ആഘോഷമുണ്ട്. ആഘോഷങ്ങളെ എക്സ്പ്രസ് ചെയ്യേണ്ടത് എങ്ങനെ എന്നുകൂടി പഠിപ്പിക്കുന്നുണ്ട്. പുതിയ കാലഘട്ടത്തിലെ സാമൂഹിക സംസ്കാരങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാം ആഘോഷിക്കാനുള്ളതാണെന്നും ചെറിയ ചെറിയ കാര്യങ്ങൾ, പ്രത്യേകിച്ചും ക്യാമ്പസുകളുടെ പുറത്ത്, നമ്മുടെ ഒക്കെ യൂണിയനുകളിൽ, നമ്മുടെ ഒക്കെ നാട്ടുകളിലെ വ്യത്യസ്ത കൂട്ടായ്മകളിൽ ഇങ്ങനെ എന്താണോ ആഘോഷിക്കേണ്ടത് എന്നിങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു ത്വര വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതില്ല. പരമാവധി ജീവിതം സന്തോഷമാക്കുക. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധിയെ പോലും സന്തോഷമാക്കാൻ പറ്റും എന്നാണ് വിശ്വാസിയുടെ ഒരു കരുത്ത്. കാരണം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഷെർ സംഭവിച്ചു പോയാൽ, പാടില്ലാത്തൊന്ന് സംഭവിച്ചു പോയാൽ, ജീവിതത്തിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യം സംഭവിച്ചു പോയാൽ അതിൽ ഖൈറുണ്ട് എന്ന് വിശ്വസിച്ച് അവിടെയും സന്തോഷിക്കുന്നതിനാണ് വിശ്വാസി. അതുകൊണ്ടാണ് പെട്ടെന്നുള്ള മരണങ്ങൾ കേൾക്കുമ്പോൾ പോലും അറേബ്യൻ സംസ്കാരം അനുസരിച്ചിട്ട് ആദ്യം പറയാം അൽഹംദുലില്ലാ, പിന്നെയാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാ. കാരണം അതിന്റെ ഖൈർ നമുക്കറിയില്ല, അതിലൂടെ വരാൻ പോകുന്ന ഒരു നന്മ നമുക്കറിയില്ല. എന്റെ ജീവിതത്തിലെ വലിയ എന്തോ ഒരു പ്രതിസന്ധി തടയാനാണ് ഈ ചെറിയ തലവേദന എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ എല്ലാ സമയം. അതുകൊണ്ട് റസൂൽ എന്ന് പറഞ്ഞ അജബല്ലി അംരിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ ജീവിതം ഭയങ്കര അത്ഭുതമാണ്. എന്ത് സംഭവിച്ചാലും അവന് ഖൈറാണ്. ജീവിതത്തിൽ പ്രയാസം വന്നാലും അവൻ പറയാം അൽഹംദുലില്ലാ എന്നാണ്, ജീവിതത്തിൽ സന്തോഷം വന്നാലും അവൻ പറയാം അൽഹംദുലില്ലാ എന്നാണ്. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവര്, സമൂഹത്തിൽ വ്യത്യസ്ത ആഘോഷങ്ങൾ സംഭവിക്കും. വത്തഖദ ഇലാഹഹു ഹവ, ഹവയെ ഇലാഹാക്കിയ ആളുകൾ ഈ പറയുന്ന ജീവിതം ആർമ്മതിക്കാൻ വേണ്ടി, ജീവിതം ഉല്ലസിക്കാൻ വേണ്ടി, സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ജീവിതം എന്നൊക്കെയുള്ള ക്യാപ്ഷനുകൾ ചിലപ്പോൾ നല്ല ഭംഗിയുള്ള ക്യാപ്ഷനുകളായിരിക്കും, നല്ല സ്റ്റേറ്റ്മെന്റുകളായിരിക്കും. ആ സ്റ്റേറ്റ്മെന്റുകൾക്കും ക്യാപ്ഷനുകൾക്കും കളർഫുൾ ആയിട്ടുള്ള അവരുടെ പതാകകൾക്കൊന്നും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൽ വീഴാനുള്ളതല്ല. നമ്മൾ സ്വർഗം കണ്ട് ജീവിക്കുന്ന ആളുകളാണ്, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. കൂട്ടുകാരുടെയോ സമൂഹത്തിന്റെ എല്ലാ ആളുകളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്ന വിചാരമോ ഒരിക്കലും നമ്മളാരെയും ബാധിക്കാൻ പോകുന്നില്ല. അത് വത്തഖദ ഇലാഹു ഹവ, സ്വന്തം ഇഷ്ടത്തെ ഇലാഹാക്കിയ ആളുകൾ എങ്ങനെയും ജീവിക്കാം. അവർക്ക് നിയമങ്ങളില്ല, അവർക്ക് അതിർവരമ്പുകളില്ല. അവരുടെ നിയമങ്ങളും അതിർവരമ്പുകളൊക്കെ അവരുടെ ഇഷ്ടങ്ങളാണ്. ആ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കൊണ്ടുപോകുന്ന ജീവിത സംഹിതയെ സ്വീകരിച്ചു പോകുന്ന ഒരു സമൂഹത്തിന്റെ പിന്നാലെ ഒടിപിടിച്ചു പോകേണ്ടവരല്ല നമ്മളെന്നും. നമുക്ക് നിലപാടുണ്ട്, ജീവിത വീക്ഷണങ്ങളുണ്ട്, ജീവിത കാഴ്ചപ്പാടുകളുണ്ട്, ജീവിതത്തെ കുറിച്ചുള്ള കൃത്യമായ ബോധവും ബോധ്യവുമുണ്ട്. ആ ബോധവും ബോധ്യവും ജീവിതത്തിലെ എല്ലാ ഭാഗങ്ങളിലും പ്രാവർത്തികമാക്കാനും എല്ലാ കാര്യങ്ങളുടെയും അന്തസത്തയെ മനസ്സിലാക്കിയിട്ട് അവിടെ നിലപാടെടുക്കേണ്ടതുപോലെ നിലപാടെടുക്കാനുമുള്ള ഒരു കരുത്ത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടതുണ്ട്. അത് ഏത് ആഘോഷമായിരുന്നാലും ശരി, അള്ളാഹു സുബ്ഹാനഹു തആല ആ അർത്ഥത്തിൽ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നല്ല സംസ്കാരവും നല്ല മൊറാലിറ്റിയും നല്ല സ്പിരിച്വാലിറ്റിയും കീപ്പ് ചെയ്ത് ജീവിക്കുന്ന നല്ല വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോകുന്ന വീഴ്ചകള്, കുറ്റങ്ങള്, കുറവുകള്, പോരായ്മകള്, പാപങ്ങളും അള്ളാഹു എല്ലാം അവന്റെ കരുണ കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الواحد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد
كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുഴുവൻ കൽപ്പനാ നിയമങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിലെ മുഴുവൻ സമയങ്ങളിലും അനുസരിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന മുഴുവൻ കുറ്റങ്ങളും കുറവുകളും അള്ളാഹുവിന്റെ കരുണ കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാനോടുകൂടി ജീവിക്കുവാനും അതേ ഈമാനിൽ അള്ളാഹുലേക്ക് മടങ്ങുവാനുമുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒട്ടനവധി സഹോദരി സഹോദരന്മാർ നമ്മുടെ വീട്ടിലും കുടുംബത്തിലും നമ്മുടെ അറിവിലുമുണ്ട്. അവർക്ക് അള്ളാഹു പൂർണ്ണ ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപകട രോഗങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും അള്ളാഹു ഇസ്സത്തും അഭിമാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരസ്പര സ്നേഹവും ഐക്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, ജയിലറകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നവർ, മിസൈലുകൾക്കും വെടിയുണ്ടകൾക്കും സാക്ഷികളായിക്കൊണ്ടിരിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു ഈമാനും സബറും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശുഹദാക്കളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعل من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.